നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം വീണ്ടും ബി.ജെ.പിയുടെ കൈകളിലേക്ക് എത്തി. കേരളത്തിലും ബി.ജെ.പി സ്ഥാനം വാങ്ങി. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചുകൊണ്ടായിരുന്നു കേരളത്തിലും ബി.ജെ.പി സ്ഥാനം ഉറപ്പിച്ചത്. കേരളത്തിൽ വീണ്ടും സംഘി കയറിയെന്നും വർഗീയത വീണ്ടും ഉണ്ടാവുമെന്നും പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു. അതിൽ ചെറുപ്പക്കാർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: സുരേഷ് ഗോപി എന്ന സിനിമാ നടനല്ല, സുരേഷ് ഗോപി എന്ന സംഘിയാണ് തൃശ്ശൂരിൽ വിജയിച്ചത് എന്നും ബി.ജെ.പി എന്ന വർഗീയ പാർട്ടിയെയാണ് അയാൾ പ്രതിനിധീകരിക്കുന്നതെന്നും അടിസ്ഥാന ബോധം പോലും ഇല്ലാതെ ഇപ്പോൾ അയാളുടെ ഫോട്ടോയും തീയുമൊക്കെ ഇട്ട് ആഘോഷിക്കുന്ന നിഷ്പക്ഷർ എന്ന് സ്വയം പറയുന്ന വലിയ ഫോളോവിംഗ് ലിസ്റ്റുള്ള വ്യക്തികളെയും സോഷ്യൽ മീഡിയ പേജുകളെയുമൊക്കെ കാണുമ്പോൾ ശരിക്കും നിരാശ തോന്നുന്നുണ്ട്. യാതൊരു രാഷ്ട്രീയ ബോധവുമില്ലാതെ സംഘപരിവാർ ഈ രാജ്യത്തും ഇവിടുത്തെ മനുഷ്യരോടും ചെയ്തതൊക്കെ പെട്ടെന്നങ്ങ് മറന്നു കളഞ്ഞ് മണിപ്പൂരിലെ ഉൾപ്പെടെയുള്ള നിസ്സഹായരായി കൊടും പീഡനം ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ നിലവിളികളെ മറന്നു കളഞ്ഞ് അതിനെയൊക്കെ ന്യായീകരിച്ച് അതേ മലീമസവും അപകടകരവുമായ രാഷ്ട്രീയം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ആഘോഷിക്കുന്നതിൽ വലിയ അപകടമുണ്ട്. അയാൾ സംഘിയാണ്. സംഘപരിവാർ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ ട്രീറ്റ് ചെയ്ത രീതികൾ നമ്മൾ കണ്ടതാണ്. വിവസ്ത്രരായി റോഡിലൂടെ ഓടേണ്ടി വന്ന സ്ത്രീകളെ നമ്മൾ കണ്ടതാണ്. തെരുവിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട ദളിത് മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ മേൽ ആക്രോശങ്ങളും മർദ്ദനങ്ങളും വന്നു വീണത് നമ്മൾ കണ്ടതാണ്. എല്ലാം ചെയ്തത് ഹിന്ദുത്വ തീവ്രവാദികളാണ്. അവരുടെ വക്താവ് തന്നെയാണ് സുരേഷ് ഗോപിയും. ഇതിലും ലളിതമായി പറഞ്ഞു തരാൻ അറിയില്ല. ഇവിടെയും ഇതെല്ലാം നടക്കും. സംഘിയാണെങ്കിലും എന്ന് തുടങ്ങുന്ന സംസാരങ്ങൾക്ക് ഈ ജനാധിപത്യ രാജ്യത്ത് ഇനിയും ഇടം കൊടുക്കരുത്. ഇങ്ങനെയായിരുന്നു ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇതിലൂടെ വ്യക്തമാണ് സുരേഷ് ഗോപിയുടെ വിജയം ചിലർക്കെങ്കിലും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. വർഗീയതയും അതേപോലെ സംഘപരിവാരവും ഇനിയും തുടരുമെന്ന് ഉറപ്പാണ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.